ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കറിയാണ്. അതിനുവേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പലയും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ തക്കാളി ഉപയോഗിക്കത്തില്ല, തക്കാളി ഓപ്ഷണലാണ്. എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറിന് കുറച്ചുകൂടെ കൊഴുപ്പും നല്ലവണ്ണം ഉണ്ടാവും. അതുകൊണ്ടാണ് തക്കാളി ഉപയോഗിക്കുന്നത്. നമ്മുടെ തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, അതുപോലെ തന്നെ കായപ്പൊടി ഇത്രയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂട്ടുകളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. ഒന്ന് മൂക്കുന്നത് വരെ ഒന്നിളക്കി കൊടുക്കും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പ് ചേർത്ത് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. വെച്ച് നന്നായി വേവിച്ചെടുക്കും. നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച കറി, മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.